तू बोला मैं अभिषेक शर्मा की जगह में खिलाऊं और തിലക് വർമ്മ की जगह में खिलाऊं എന്നൊക്കെ പറഞ്ഞ് പ്രസ് മീറ്റിൽ പുച്ച ചിരി വാരി വിതറിയ സൂര്യകുമാർ യാദവ് ഇന്നലെ കാണിച്ചത് കണ്ട് രോമാഞ്ചം വന്ന് കണ്ണ് നിറയുന്ന കാഴ്ച. ഗ്രൗണ്ടിൽ ഇറങ്ങി അയാൾ തൊപ്പി മനഃപൂർവ്വം വെച്ചതാണ്. അത് എന്താണെന്ന് ഞാൻ പറയാം. അയാൾ തൊപ്പി മനഃപൂർവ്വം വെച്ച് ഗ്രൗണ്ടിലേക്ക് നടന്നു വന്നു. ഇന്നിങ്സിൻ്റെ വിജയത്തിന് ശേഷം ഒരു പോരാളിയെ പോലെ തിരിച്ച് സഞ്ജു സാംസൺ ഇങ്ങോട്ട് നടന്നു വരുന്നു. അയാൾ തൊപ്പി ഊരുന്നു. അയാൾ കുനിഞ്ഞു നിന്ന് സഞ്ജു സാംസൺ ബോർഡ് ഡൗൺ ചെയ്തിട്ട് പറയുന്നു, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്, എനിക്കിനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് സഞ്ജുവും സൂര്യയും ചേർന്ന് കെട്ടിപ്പിടിക്കുന്ന കാഴ്ച. ഒരുപക്ഷെ 2024 T20 ലോകകപ്പ് ഫൈനലിലാണ് ഹാർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും അന്നൊരു ഡ്രിഫ്റ്റ് ഉണ്ടായിരുന്നു. ഹാർദിക് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയെ ഭരിക്കുന്നു. 30 സർക്കിളിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയെ ബൗണ്ടറിയിലേക്ക് പറഞ്ഞയച്ചതിൻ്റെ പേരിൽ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ കേട്ട വിമർശനങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ല. അതിനുശേഷം ഈ T20 ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഹാർദിക്കും രോഹിത്തും ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇരുവരെയും സ്നേഹിക്കുക, വിമർശനങ്ങളൊക്കെ കാറ്റിപ്പുറത്തുക എന്നൊക്കെ പറഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതുപോലെയാണ് കഴിഞ്ഞ ദിവസത്തെ മൊമെൻ്റ് എനിക്ക് ഫീൽ ചെയ്തത്. സൂര്യകുമാർ യാദവ് സഞ്ജു സാംസനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇറ്റ് വാസ് എ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് സഞ്ജുവിനോട് ഒരു പിണക്കവും ഇല്ല, സഞ്ജുവിനും എനിക്ക് എന്നും തമ്മിൽ ഒരു പിണക്കവും ഇല്ല, ആ പ്രസ് മീറ്റിൽ സംഭവിച്ച് പോയതാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എന്തൊക്കെ പറഞ്ഞാലും സൂര്യകുമാർ യാദവിന് ആ പ്രസ് മീറ്റിൽ ഒരു പിഴവ് സംഭവിച്ചു. ഒരു പ്ലെയറിനെ പുകഴ്ത്തണമെങ്കിൽ വേറൊരു പ്ലെയറിനെ ഇകഴ്ത്തരുത്, അതും സഞ്ജുവിനെ പോലെ ഒരു പ്ലെയറിനെ ഇകഴ്ത്തരുത്. കാരണം അയാൾ തിരിച്ചു വരും, അയാൾക്ക് അതിനുള്ള കാലിബറുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് അയാൾ കളിച്ചത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അത് സൂര്യകുമാർ യാദവിനും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, കോച്ചായ ഗംഭീറിനും ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി എന്നെ മാറ്റിയും കളിച്ചു, ഒരാൾക്ക് പരിക്ക് വരുമ്പോൾ മാത്രമായിട്ട് ഞാനും, ഒരാൾക്ക് വയറിളക്കം വരുമ്പോൾ മാത്രം ഞാനും എന്നും പറഞ്ഞ് എന്നെ ടീമിൽ കയറ്റണ്ട, ഇനി എനിക്ക് പരിക്ക് പറ്റുമ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു സഞ്ജു നടത്തിയത്. ആൻഡ് ആ സ്റ്റേറ്റ്മെൻറ്റ് വാസ് സോ ഹൈ. നല്ല എന്താ പറയുക, രോമാഞ്ചം അടിച്ചു പോയി ആ മൊമെൻറ്റ് കണ്ടപ്പോൾ എന്നത് പറയേണ്ടി വരും. എന്താ സംഭവിച്ചത്? പ്രസ് മീറ്റ്, ലെറ്റ്സ് ഗോ ദെയർ. സൂര്യകുമാർ യാദവ് വന്നിരിക്കുകയാണ്. അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കും, സഞ്ജു സാംസൺ നിങ്ങൾക്ക് കളിപ്പിച്ചൂടെ, അഭിഷേകും തിലകൊന്നും ഫോമിലല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യകുമാർ യാദവ് എന്ത് ചെയ്തു? സൂര്യകുമാർ യാദവിന് ഈ ഒരു കോപ്പിയടി പരിപാടി ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ബിഹേവിയറൽ പരിപാടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കളി ബന്ധപ്പെട്ടിട്ടില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ അങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂളായിട്ടിരുന്നിട്ട് മഹേന്ദ്ര സിംഗ് ധോണിയെ ഓർമ്മിപ്പിക്കുക, അത് ക്യാപ്റ്റൻ കൂൾ എന്ന രീതിയിൽ വെറുതെ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുക, ആ ക്യാപ്റ്റൻ കൂൾ ബിഹേവിയറിസം തോന്നിപ്പിക്കുക, അതുപോലൊരു പരിപാടിയാണ് അളിയൻ അന്ന് പ്രസ് മീറ്റിൽ കാണിച്ചത്. അതായത് സൂര്യകുമാർ യാദവ് കാണിച്ചത് രോഹിത് ശർമ്മയെ അന്ന് ടീമിൽ നിന്ന് മാറ്റി നിർത്തണമോ എന്ന ചോദ്യത്തിന് വിരാട് കോഹ്ലി കൊടുത്ത മറുപടിയാണ്. അതായത് വിരാട് എന്ന് പറഞ്ഞത്, ഡു ഐ നീഡ് ടു ഡ്രോപ്പ് രോഹിത് ശർമ്മ ഫ്രം T20 ഇൻ്റർനാഷണൽസ് എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. സോ ഇഫ് യു വാണ്ട് കോൺട്രവേഴ്സി പ്ലീസ് ടെൽ മീ ബിഫോർ ദ പ്രസ് മീറ്റ് എന്ന് വിരാട് കോഹ്ലി അന്ന് ചോദിച്ചിരുന്നു. അതുപോലെ ഷുഡ് ഐ നീഡ് ടു ഡ്രോപ്പ് അഭിഷേക് ശർമ്മ, ഷുഡ് ഐ നീഡ് ടു ഡ്രോപ്പ് തിലക് വർമ്മ എന്നൊക്കെ അന്ന് വിരാട് കോഹ്ലി കളിക്കാൻ നോക്കിയതാണ്. പക്ഷെ പാളിപ്പോയി. കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു ടീമിലുണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ചെപ്പോക്ക് സ്റ്റേഡിയം ഉയർന്ന ആവേശം നമ്മൾ കണ്ടതാണ്. അപ്പോൾ സഞ്ജുവിന് അന്ന് 24 റണ്ണേ അടിക്കാൻ പറ്റുള്ളൂ ചെപ്പോക്കിൽ. അതിനുശേഷം എല്ലാവരും പറഞ്ഞു സഞ്ജു ആ ഒരു ഫോമിലേക്ക് 22, 24 അടിച്ചു, എന്തോ ഒരു വലിയ ഇന്നിങ്സ് വരാനുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് തൊട്ടടുത്ത കളിയിൽ ഉണ്ടാകുമെന്ന് സത്യം പറഞ്ഞ് വിശ്വസിച്ചില്ല. പക്ഷേ അന്ന് പൊട്ടിച്ചിരിച്ച അതേ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്ന് ബഹുമാന പുരസ്സരം തൊപ്പി ഊരി കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് സൂര്യകുമാർ യാദവിനെയും കൂടി പുകഴ്ത്തേണ്ട കാര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. സാധാരണയായി കളിക്കാർ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഈ തൊപ്പിയും കൊണ്ട് അങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങാറില്ല. കാരണം എല്ലാവരും സെറ്റിൽഡായി കഴിഞ്ഞിരിക്കുന്നു, ജേഴ്സി ഉൾപ്പെടെ പലരും മാറ്റിയിരിക്കുന്നു, പലരും അല്ലാണ്ടുള്ള ജേഴ്സീസാണ് ഇടാറുള്ളത്. അപ്പോൾ എല്ലാവരും നിങ്ങളവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, ഒരു ഇന്ത്യൻ താരവും അവിടെ തൊപ്പി അണിഞ്ഞിട്ടില്ല. സൂര്യ എന്തുകൊണ്ട് തൊപ്പി ധരിച്ചു എന്ന് വെച്ചാൽ ഹീ വാസ് വെൽ പ്രിപ്പയർഡ്, ഇറ്റ് വാസ് പ്രീ പ്ലാൻഡ്. അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, സഞ്ജു വരുമ്പോൾ ഞാൻ സഞ്ജുവിനെ കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് ഞാൻ സഞ്ജുവിന് മുന്നിൽ തൊപ്പി ഊരി വണങ്ങുമെന്നത് സൂര്യ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അത് ഒരു ഈഗോലെസ് പ്ലെയറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇത്രമാത്രം വിമർശനങ്ങൾ കേട്ടിട്ട് പോലും ഞാൻ ഇനി അവൻ്റെ മുമ്പിൽ അങ്ങനെയൊന്നും വേണ്ട, വേണമെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് കൈ ഷേക്കാനും കൊടുത്തിട്ട് അങ്ങ് പോയേക്കാം, കാരണം എൻ്റെ ഈഗോയെ അത് ഹേർട്ട് ചെയ്യരുത്, ഇതൊരു ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന മത്സരമാണ്, ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ എൻ്റെ ക്യാപ്റ്റൻസി അത് ബാധിക്കും, എൻ്റെ ക്യാരക്ടറിനെ ഇത് ബാധിക്കും എന്ന് വേണമെങ്കിൽ സൂര്യക്ക് ചിന്തിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൂര്യ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും പറയുന്നത്. സൂര്യയുടെ ഉള്ളിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആൻഡ് സൂര്യ ആസ് എ പേഴ്സണെ ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അയാൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല തൊപ്പി എടുത്തുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വരാന്നുള്ളത്. പക്ഷേ അയാൾ അത് മനഃപൂർവ്വം ചെയ്തതാണ്. കാരണം ഹീ നോസ് സഞ്ജു ഡിസേർവ്സ് ദാറ്റ് റെസ്പെക്ട്. അത് കൊടുക്കുന്നത് ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതിനുള്ള പവർ ഉണ്ടല്ലോ 100 ഇരട്ടിയാണ്.
ഇപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ കെട്ടിപ്പിടിച്ച് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം മോനെ കുട്ട സോറി, നിന്നെ തളർത്തിയതിന് വേറെ വഴിയില്ലാതിരുന്നുകൊണ്ടാണ് നിന്നെ ടീമിൽ എടുക്കാത്തത്, ഇനി നിന്നെ ടീമിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അത് ഗംഭീറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. സൂര്യകുമാർ യാദവിനാവട്ടെ എത്രയോ വർഷമായിട്ടുള്ള സൗഹൃദമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ പോലും ആ പ്രസ് മീറ്റിൽ സൂര്യ അത് പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അത് ഭയങ്കര മോശം പരിപാടിയായി പോയി. ഞാൻ ഒരു പ്ലെയറിനെ പൊഴുത്താൻ വേണ്ടിയിട്ട് വേറൊരു പ്ലെയറിനെ കേട്ടേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഞാൻ പറയുന്നത് സൂര്യക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയത്, പ്രസ് മീറ്റിലെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ പ്രശ്നമാണ്. അതായത് സഞ്ജു ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി പ്ലെയറാണ്, പക്ഷേ ടീമിൽ നിലവിൽ അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല എന്നതിന് പറയുന്നതിന് പകരം അഭിഷേകുമായിട്ടുള്ള കമ്പാരിസൺ, തിലക്കായിട്ടുള്ള കമ്പാരിസൺ, അത് സൂര്യക്ക് പാളിപ്പോയത് തന്നെയാണ്. പക്ഷേ അത് പലിശ സഹിതം അയാളെ ഗ്രൗണ്ടിൽ തൊപ്പി ഒരു വീട്ടി എന്ന് വേണം തന്നെ പറയാൻ. ഞാൻ ശേഷം ഇരുവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സ്റ്റില്ലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതായത് ഞാൻ പറഞ്ഞു, രോഹിത്തും ഹാർദിക്കും അന്ന് 2024 ലോകകപ്പ് ഫൈനലിൽ കാണിച്ച അതേ മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തോന്നിപ്പോയത്. ആൻഡ് ഈ ബന്ധം പിരിയൂല എന്ന് പറയുന്നത്, ഏതോ സ്ത്രീ അമ്മി തുടങ്ങിയത് പറയുന്ന പോലെ നിങ്ങൾ എന്ത് വേണോ പറഞ്ഞുണ്ടായി, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് പിരിയില്ല, തെറ്റില്ല എന്നത് തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ തിരുവനന്തപുരത്തിൽ ന്യൂസിലൻഡ് സീരീസിൽ വന്ന സമയത്ത് സംഭവിച്ചത് തന്നെ. അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ സഞ്ജു ചേട്ടന് വഴി മാറി കൊടുക്കട എന്ന് സൂര്യ പറഞ്ഞപ്പോൾ തന്നെ ക്യാപ്റ്റൻ ഒക്കെ ഒന്നും ചേട്ടൻ ഒരു ആവശ്യമില്ല. പക്ഷേ സഞ്ജു ആസ് എ പ്ലെയർ, സഞ്ജുവിന് കിട്ടുന്ന വാം വെൽക്കം ഓഫ് ഫാൻസ് ഓൾ ഓവർ ഇന്ത്യ, അത് സൂര്യയ്ക്ക് അറിയാം. അപ്പോൾ സ്വന്തം നാട്ടിൽ വരുമ്പോഴേക്കും അത്രമാത്രം ആരാധകർ സഞ്ജുവിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് എയർപോർട്ടിൽ വരുമ്പോഴേക്കും അതനുസരിച്ചുള്ളൊരു ഹൈപ്പ് സൂര്യ ക്രിയേറ്റ് ചെയ്തതാണെന്നും വ്യക്തമാണ്. ബട്ട് ആസ് എ ഹോൾ സൂര്യ സഞ്ജു ബോണ്ടിങ് അത് ഇന്നലെ ഗ്രൗണ്ടിൽ കൂടെ കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ആൻഡ് സഞ്ജു വിൽ ബി ഇൻ ദ പ്ലേയിങ് 11 അടുത്ത T20 ലോകകപ്പിൽ ഉറപ്പായിട്ട്, അടുത്ത മത്സരത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങോട്ടുള്ള T20 മത്സരങ്ങളിലും ഉറപ്പായിട്ടും ഉണ്ടാവും. ഇപ്പോൾ അഭിഷേക് ശർമ്മയെ ബാക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്? അഭിഷേക് ഫോമിലല്ലാതെ ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് ബാക്ക് ചെയ്യുന്നത്? അഭിഷേക് തന്നിരിക്കുന്ന മത്സരങ്ങൾ കാരണമാണ്. ഇവിടെ ഒറ്റയ്ക്കാണ് ഈ മനുഷ്യൻ ജയിപ്പിച്ചത്. ഈ ഇന്നിങ്സ് അടുത്ത കാലത്ത് ഒന്നും ആരും മറക്കാൻ പോകുന്നത്, അടുത്ത കാലത്തൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ 2022 പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലി ജയിപ്പിച്ചൊരു മത്സരമുണ്ട്. അത് നമ്മൾ 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിന് അടുത്ത് 40 വർഷം കഴിഞ്ഞാലും ഓർക്കും. അതുപോലെ ഓർമ്മിക്കാൻ കഴിയുന്നൊരു ഇന്നിങ്സാണ് സഞ്ജു ഇന്നലെ കളിച്ചത്. ആൻഡ് അതൊരു ഹാൾ ഓഫ് ഫെയിം ഇന്നിങ്സ് ആയിട്ട് തന്നെ ഇരിക്കും, അത് ഒരു തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.